ശ്രീ ആണ്ടാൾ തിരുവടികളെ ശരണം. ഓം ശ്രീ പൂർണ്ണത്രയീശായ നമഃ. എന്തുകൊണ്ട് ശ്രീ ആണ്ടാൾ, എന്തുകൊണ്ട് ശ്രീ പൂർണ്ണത്രയീശൻ എന്ന എൻ്റെ ആദ്യത്തെ പ്രഭാഷണം കേൾക്കുവാൻ വന്നിരിക്കുന്ന വിശ്വാസികൾ ഏവർക്കും സ്വാഗതം. ഈ പ്രഭാഷണം ഈ ശ്രീ പൂർണ്ണത്രയീശ സേവാസംഘത്തിൽ നടത്തണമെന്ന് ശ്രീ പൂർണ്ണത്രയീശൻ്റെ തീരുമാനമാണ്. ഇത് മിത്തല്ല, ട്രൂത്താണ്. പ്രഭാഷണം നടത്തുവാൻ ഒരു 1000 സ്ക്വയർ ഫീറ്റ് സ്ഥലം വേണമെന്ന് തോന്നി. ശ്രീ പൂർണ്ണത്രയീശൻ്റെ മുമ്പിൽ ഒരു മോഡൽ ഹാൾ തീർത്ത് വെച്ച് ശ്രീ ആണ്ടാൾ ശ്രീ പൂർണ്ണത്രയീശൻ സത്സംഗം എന്ന ബോർഡ് എഴുതി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ശ്രീ പൂർണ്ണത്രയീശ ഭക്തൻ വന്ന് എന്നോട് പറഞ്ഞു, സ്വാമി, ശ്രീ ആണ്ടാൾ ശ്രീ പൂർണ്ണത്രയീശ സത്സംഗം തുടങ്ങണം എന്ന് പറഞ്ഞില്ലേ, അതിൻ്റെ ഉദ്ഘാടനം ഈ ശ്രീ പൂർണ്ണത്രയീശ സേവാ സംഘത്തിൽ നടത്താമല്ലോ എന്ന് പറഞ്ഞു. ആ ഭക്തൻ എന്നെ ഹാളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. ചിദംബരം സാറിനെ പരിചയപ്പെടുത്തി. ഞാൻ എൻ്റെ ഉദ്ദേശം പറഞ്ഞു. ചിദംബരം സാർ ഉടനെ സമ്മതിച്ചു. വെള്ളിയാഴ്ച ജാനുവരി 17 5 തൊട്ട് 6 വരെ എന്ന്. ഹാളിൽ നിന്ന് പുറത്ത് നോക്കിയപ്പോൾ ശ്രീ പൂർണ്ണത്രയീശൻ്റെ മുമ്പിൽ ചെയ്തു വെച്ച ഹാളിൻ്റെ മോഡലും ശ്രീ പൂർണ്ണത്രയീശ സേവാസംഘത്തിൻ്റെ ഹാളും ഒരേപോലെയെന്ന് വിശ്വാസം വരുന്നില്ല എങ്കിൽ എൻ്റെ മൊബൈൽ ഫോണിൽ കാണുന്ന ഫോട്ടോ നോക്കുക. ഒരേ കളർ, ഒരേ ജനൽ, ഒരേ വാതിൽ, അതിൻ്റെ കളറും ഒരേപോലെ. ചിദംബരം സാറിന് നന്ദി. ആദ്യമായി എന്തുകൊണ്ട് ശ്രീ ആണ്ടാൾ എന്ന ചോദ്യത്തിന് ഉത്തരം തരുന്നത് 9 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. പേര് നീരജ. നീരജ ചെയ്ത പ്രഭാഷണങ്ങൾ കൃഷ്ണലീല, ഭക്തജകുജല, ശബരിമോക്ഷം, ശ്രീ ആണ്ടാൾ തിരുക്കല്യാണം, ശ്രീ രുക്മിണി കല്യാണം എന്നിവ യൂട്യൂബിലുണ്ട്. നീരജ പറഞ്ഞ പ്രഭാഷണം ശ്രീ ആണ്ടാൾ തിരുക്കല്യാണം കേട്ടപ്പോൾ ഞാനും അതേപോലെ പറയണമെന്ന് ആഗ്രഹിച്ചു. വളരെ പരിശ്രമിച്ച് നോക്കി. 4 കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്കും പറയാൻ പറ്റി. 4 കൊല്ലം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. എൻ്റെ മനസ്സ് ശ്രീ ആണ്ടാളിൽ ലയിച്ചിരിക്കുന്നു. നിങ്ങൾ കേട്ടു നോക്കുക നീരജയുടെ പ്രഭാഷണം. ഞാനിപ്പോൾ എല്ലാവർക്കും ഒരു മാനുസ്ക്രിപ്റ്റ് തരാം, ശ്രീ ആണ്ടാൾ പറ്റിയുള്ളത്. ആദ്യം ഇത് പഠിച്ച ശേഷം യൂട്യൂബിലുള്ള നീരജയുടെ പ്രഭാഷണം കേൾക്കുക. എന്തുകൊണ്ട് ശ്രീ ആണ്ടാൾ എന്നതിന് ഉത്തരം കിട്ടും. അടുത്തത്, എന്തുകൊണ്ട് ശ്രീ പൂർണ്ണത്രയീശൻ. ഞാനും നമ്മളിൽ എല്ലാവരും പോലെ ചെറിയ വയസ്സ് മുതൽ ശ്രീ പൂർണ്ണത്രയീശനെ തൊഴാൻ വരാറുണ്ട്. വരും തൊഴും പോകും, വരും തൊഴും പോകും. ഇങ്ങനെ എൻ്റെ 60 കൊല്ലം നടന്നുകൊണ്ടിരുന്നു. 4 കൊല്ലം മുമ്പ് എനിക്ക് തോന്നി ശ്രീ പൂർണ്ണത്രയീശൻ്റെ വിഗ്രഹവും ഫോട്ടോയും ഒരുപോലെയല്ല, 100% വ്യത്യാസമാണ് എന്ന്. അതുകൊണ്ട് ശ്രീ പൂർണ്ണത്രയീശനെ വരയ്ക്കാൻ തുടങ്ങി. ശ്രീ പൂർണ്ണത്രയീശ വിഗ്രഹം ഉദ്ദേശം 24 അടി ദൂരെയാണ്. നാം നിന്ന് തൊഴുതുമ്പോൾ
കാണുന്ന പൂർണ്ണത്രയീശൻ്റെ വിഗ്രഹത്തെ ചുറ്റി ദീപങ്ങളുടെ വെളിച്ചം മാത്രമേ കാണുകയുള്ളൂ. അതുകൊണ്ട് പൂർണ്ണത്രയീശൻ്റെ പ്രതിഷ്ഠയ്ക്ക് മുഖം, കണ്ണ്, മൂക്ക്, ചുണ്ടുകൾ ഇവയുടെ വലിപ്പം എത്രയുണ്ട് എന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. ശ്രീലകത്തെ രഹസ്യങ്ങൾ പുറത്തു പറയാൻ പാടില്ല എന്ന് അവിടുത്തെ തന്ത്രികൾ, ശാന്തിക്കാർ എല്ലാവർക്കും അറിയാം. അവർ പറയില്ല. അതുകൊണ്ട് ഞാൻ ദിവസവും ശ്രീ പൂർണ്ണത്രയീശനെ വൈകുന്നേരം 4 മണിക്ക് തൊഴാൻ വരും. 1 മണിക്കൂറെങ്കിലും കാത്തുകൊണ്ടിരിക്കും. പിന്നെ ഫ്ലാറ്റിൽ പോയി വരയ്ക്കും. ഇതുപോലെ 1 മാസം പൂർണ്ണത്രയീശനെ നോക്കി വരച്ചപ്പോൾ ശ്രീ പൂർണ്ണത്രയീശനിൽ മനസ്സ് ലയിച്ചു. പിന്നീട് എനിക്ക് തോന്നി ശ്രീ ആണ്ടാളിന് വേണ്ടി തൃപ്പൂണിത്തുറയിൽ ഒരു ക്ഷേത്രം പണിയണം എന്ന്. അത് ശ്രീ പൂർണ്ണത്രയീശൻ്റെ ക്ഷേത്രത്തിൽ നിന്നും 500 മീറ്ററിനുള്ളിൽ ഉണ്ടാവണമെന്നും. ശ്രീ ആണ്ടാൾ കഥയിൽ വരുന്നത് പോലെ ശ്രീ ആണ്ടാൾ ശ്രീ പൂർണ്ണത്രയീശൻ സത്സംഗത്തിൻ്റെ ഉദ്ഘാടനമായ ദിവസമായ ഇന്ന് വന്നിരിക്കുന്ന എല്ലാ പൂർണ്ണത്രയീശ വിശ്വാസികളോടും നന്ദി രേഖപ്പെടുത്തുന്നു. അതിൻ്റെ കൂടെ പറയാൻ ആഗ്രഹിക്കുന്നത് ശ്രീ പൂർണ്ണത്രയീശൻ ചെയ്ത അത്ഭുതങ്ങൾ അല്ലെങ്കിൽ എൻ്റെ അനുഭവങ്ങൾ എന്ന പേരിൽ 25 അനുഭവങ്ങൾ എഴുതിയിട്ടുണ്ട്. അതുപോലെ എത്രയോ അനുഭവങ്ങൾ ദൈനംദിനങ്ങളിൽ എല്ലാ വിശ്വാസികൾക്കും നടന്നുകൊണ്ടിരിക്കും. ഉദ്ഘാടനത്തിന് ശേഷം ശ്രീ ആണ്ടാൾ പൂർണ്ണത്രയീശൻ സത്സംഗം തുടർന്ന് ഈ ഹാളിൽ എല്ലാ മാസത്തിലും ഒരു വെള്ളിയാഴ്ച, 3-ാമത്തെ വെള്ളിയാഴ്ച നടത്തുവാൻ ഉദ്ദേശിക്കുന്നു. അതിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്ന വിശ്വാസികൾ പറഞ്ഞിരിക്കുന്ന നമ്പറിൽ വാട്സപ്പ് വഴി ബന്ധപ്പെടുക.